ദൈവനാമം ഒരിക്കൽ കൂടെ മഹത്വം ഉണ്ടാകട്ടെ. May the name of God be glorified. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞാൻ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. Once again I welcome you all in the name of the Lord Jesus Christ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ആരാധനയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for giving us the grace to be in the midst of a blessed worship. കർത്താവിന്റെ ആശീർവാദത്തിലൂടെ കേട്ട വിലയേറിയ പ്രബോധനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. And I thank God for the exhortation we heard from the man of God. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തിയതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. And I also thank God for strengthening me to stand with the word of God before you all. സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ദൈവവചനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. Since time is limited, I desire in the Lord to enter into the word of God. നമ്മളെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലെറ്റ്സ് കൊലോസ്യ ചാപ്റ്റർ 3 വേർഡ്സ് 2. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. Set your affection on things above, not on things on the earth. ഈ ഞായറാഴ്ച എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ തന്ന ഒരു വചനമാണിത്. As I was praying on what to speak on Sunday, this is the verse that the Lord gave to me. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയിലെ ദുരുപദേശങ്ങൾക്ക് എതിരായിട്ട് എഴുതിയ ഒരു ലേഖനമാണിത്. This epistle was written by the Apostle Paul to the church in Colossae against many false teaching. ഇതിൻ്റെ കോണ്ടക്സ്റ്റുകൾ നമ്മൾ പല പ്രാവശ്യവും ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. We have said the context to this epistle many times in the church. അപ്പോൾ ഇവിടെ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭൂമിയിലാണെങ്കിൽ ആ മൈൻഡ് സെറ്റ് നമ്മൾ ഉയരത്തിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. So here it means that if our mindset is set on things on the earth, then we have to change it and set our mind on things above. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ദാസൻ പാസ്റ്ററുമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഈ മോർണിംഗിൽ അത് പറയാനിടയായി. And while I was speaking this with Daniel Pastor, and he said that in the morning as well. നമ്മുടെ ഉള്ളിൽ എന്ത് ചിന്തയാണോ അതാണ് നമ്മളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. Whatever thought we have in our heart in the morning, that is what controls us for the rest of the day. അതാണ് നമ്മുടെ ഹോൾ ഡേയിൽ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. And that will lead us for the whole day. ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ, and today when you're hearing this word, ഞാനും എന്നെയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. I'm also saying this including myself. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. I'm also just a normal person like you all. സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ മനുഷ്യരും ഒരുപോലെ ചിന്തിക്കുന്നതാണ് ഈ ഭൂമിയിലെ കാര്യങ്ങൾ. Naturally all the people on the earth think the things of the earth. ഞാൻ ഒരു ചർച്ചിൽ നാട്ടിൽ ഈ ഒരു വചനം സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ ഒരു ആലോചന തരുവാനിടയായി തീർന്നു. When I was preaching this in a church, the Lord gave me about this verse. He spoke to me. ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വലിയ വറിയൊന്നും ആവണ്ട. That you shouldn't be worried about things of the earth. ഭൂമിയിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. The things of the earth I will take care of it. ആമേൻ. നിങ്ങൾ എന്നെയാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. But you have to seek me. നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം. And I will seek after your things. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഒരു തരത്തിൽ ഇവിടെ പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ അത് ചിന്തിക്കുന്നത്. And that is one meaning to understand this verse. എന്നാൽ ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ അതിന്റെ ഒന്നുകൂടെ ഡീപ്പായിട്ട് പോയാൽ 1-2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. But if we go deeper into the epistle, we can understand few things from it. നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഉയരത്തിലോട്ട് മാറ്റാനാണ് പൗലോസ് കൊലോസ്യ സഭയോട് പറയുന്നത്. When Paul says to set your mind on things above, it means to change our mindset to things above. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മണിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, മണി ആയിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. If our mindset is set on money, then the money will control us. നമ്മുടെ മൈൻഡ് സെറ്റ് വേൾഡ്ലി പ്ലഷറിലാണെങ്കിൽ അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഇടയായി. If our mindset is set on worldly pleasures, then those pleasures will control us. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ രോഗത്തെക്കുറിച്ചാണെങ്കിൽ അത് നമ്മളെ എപ്പോഴും ഭരിച്ചുകൊണ്ടേയിരിക്കും. If our mindset is set on our disease, then the disease will control us. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. If we have any sickness in our body and our mindset is set on that, then that controls us. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എന്ത് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുന്നു അതായിരിക്കും നമ്മളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. So on this earth, whatever we set our mind on, that is what controls us in the morning. നമ്മുടെ ജോലിയെ പറ്റിയാണ് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. If you are thinking about our job, then it will control us. അപ്പോൾ ഭൂമിയിലുള്ള ഒരു കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. And not only of the things of the earth, but all things are like that.
അമ്മേ ഇതെല്ലാം നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. These are things that we think naturally. നമ്മളല്ലാതെ സ്വർഗത്തിൽ നിന്ന് വന്നവരല്ല നമ്മൾ. We are not those who have come from heaven. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചവരാണ്. We are those who are born on the earth. അപ്പോൾ ഭൂമിയിലുള്ള കാര്യങ്ങളെ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും. So naturally we think things of the earth. അമ്മേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഒരു വെളിപ്പാടാണ് പൗലോസ് കൊലോസ്യ സഭയോട് പറയുന്നത്. But here Paul is telling a revelation that is distinct from that. ആമേൻ. പൗലോസ് അതിന്റെ 3-ന്റെ 1-ാമത്തെ വാക്യത്തിലോട്ട് പറയുമ്പോഴാണ് എവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നത്. And in 3 verse 1 he explains where we have to set our mind on. അതിന്റെ 3-ന്റെ 1-ൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. We read in verse 3 verse 1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, if then you are raised with Christ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. seek those things which are above, where Christ is sitting at the right hand of God. അല്ലയോ സ്തോത്രം. അപ്പോൾ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എന്ന് പറയുമ്പോൾ വലത്തുഭാഗം എന്ന് കാണിക്കുന്നത് അതോറിറ്റിയെ കാണിക്കുകയാണ്. When it means that Christ is sitting in the right hand of God, it means that he is sitting with authority. അതാണ് കർത്താവ് പറഞ്ഞ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. That's why Jesus said all authority on heaven and earth have been given to me. പിതാവാം ദൈവം എല്ലാ അതോറിറ്റി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. That the Father God has placed all authority with me. അപ്പോൾ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഒരു പവറിനെ കാണിക്കുകയാണ്. So the right hand shows power. നമ്മൾ ഇത് ഒരു രാജ്യത്തിലെ രാജാവിന്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ നല്ല പവറാണ്. When we speak of the king of a nation's right hand, we mean that man has a lot of power. ഒരു ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഫുൾ പവർ ഉള്ള മനുഷ്യനാണ്. The chief secretary of a government has full power with him. അത് ആ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. The chief secretary controls all the things of the government. ഇവിടെ ആമേൻ സ്തോത്രം. ഇവിടെ പറയുന്ന അധികാരമുള്ളവനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. And here it is telling that we should seek on the man who has the authority. അത് പറയാനുള്ളതായ കാരണം പൗലോസ് പറയും നിങ്ങളുടെ പൊസിഷൻ ഇവിടെയല്ല, നിങ്ങളെ ദൈവം സ്വർഗ്ഗത്തിലാണ് ഇരുത്തിയിരിക്കുന്നത്. And the reason Paul says that is because your position is not here, but you have been raised with Christ. നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. You have been raised with Christ. ആമേൻ. നമ്മൾ എപ്പോഴാണ് ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റത്? And when have we been raised with Christ? നിങ്ങൾ സ്നാനപ്പെട്ടവരാണ് ഒട്ടുമിക്ക പേരും. Many of you here are baptized. ആമേൻ. നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ, when you are being baptized, സ്നാനത്തിൽ നിങ്ങൾ അവനോട് മരിക്കുകയാണ് ചെയ്യുന്നത്. you are being conformed to the death of Christ. ആമേൻ. ആ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ പൊങ്ങി വരുമ്പോൾ, and when you are rising from the waters, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. you are rising with Christ. ആമേൻ. ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതമാണ് ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. and God is giving us the new life in Christ. എന്നാൽ നമ്മൾ ഈ ദൈവവചനമൊന്നും നമ്മുടെ അകത്ത് വസിക്കാതെ, but if this word does not dwell in us, നമ്മുടെ ഭൂമിയിലേക്ക് നമ്മൾ മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ, and when we set our mind on things of the earth, ആമേൻ, ഇതിന് നമുക്കൊരു ഒരു ജീവൻ ലഭിക്കുവാനിടയായി തീരും. then it will not give us life. ആമേൻ. ഇവിടെ കൊലോസ്യർ 2:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. We read in Colossians chapter 2 verse 12. ആമേൻ. അതാണ് ഇവിടെ പൗലോസ് പറഞ്ഞത്, സ്നാനത്തിൽ നിങ്ങൾ അവനോട് അടക്കപ്പെടുകയും buried with him in baptism, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച്, and the one who raised him from the dead, ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും in which you were also raised with him through faith in the working of God who raised him from the dead. അപ്പൊ നമ്മൾ ഉയർത്തെഴുന്നേറ്റവരാണ്. So we are those who have been raised. നമ്മൾ ഈ ലോകത്തിന് മരിച്ചവരാണ്. We are those who are dead to the world. നമ്മൾ ഈ ലോകത്തിന്റെ പാപത്തിന് മരിച്ചവരാണ്. We are those who are dead to the sins of this world. ഇനി നമ്മുടെ അകത്ത് വസിക്കുന്ന യേശുവിന്റെ ജീവനാണ്. And the thing that dwells in us is the life of Jesus. അപ്പൊ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിന്റെ ജീവനിലാണ്. And so we have been risen with the life of Jesus. അതുകൊണ്ടാണ് ഇവിടെ അതിന്റെ കൊലോസ്യർ 3:3 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. And that's why we read in verse 3. നിങ്ങൾ മരിച്ച്, for you died, നിങ്ങളുടെ ജീവൻ and your life ക്രിസ്തുവിനോട് കൂടെ is hidden, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. is hidden with Christ in God. അപ്പൊ നമ്മൾ ആരിലാ മറഞ്ഞിരിക്കുന്നത്? So where have we been hidden in? നമ്മളെ നോക്കുമ്പോ ആരാ കാണുന്നേ? When people look at us, who do they see? നമ്മൾ നോക്കുമ്പോ ക്രിസ്തുവിനെയാണോ കാണുന്നത്? When people look at us, do they see Christ? എന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? When you look at me, do you see Christ? ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. We have to examine ourselves. നമ്മളെ നോക്കിയാൽ ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? If we look at ourselves, can we see Christ? കാരണം നമ്മളെ ക്രിസ്തുവിനെ നമ്മൾ കാണാൻ പറ്റുന്നില്ല എങ്കിൽ, if we are not able to see Christ, നമ്മുടെ മൈൻഡ് സെറ്റ് ഭൂമിയിലാണ്. our mindset is set on the earth. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, and the word of God reminds us, എന്നെയും ഓർമ്മിപ്പിക്കുന്നത്, and what it reminds me too. ആമേൻ. ഈ വചനം എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി. And this word has made me think a lot about it.
ആമേൻ. എന്റെ ചിന്തകൾ പലപ്പോഴും പണത്തിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Many times my thoughts are set on money. ആമേൻ. ആ മണിയിൽ എന്റെ മൈൻഡ് ഇരിക്കുന്നത് കൊണ്ട്, And because my mind is set on money, ആമേൻ, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ എപ്പോഴും എന്തൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് I ലഭിക്കുവാനിടയായി. began to think in what ways I can gain from this earth. നമ്മളൊരു ഇവിടെ ടാക്സ് റിട്ടേണിന്റെ സബ്മിറ്റ് ഫയൽ കൊടുക്കുന്ന സമയമാണ്. This is a time when we are all filing for our നമ്മൾ taxes. നോക്കുന്നത് ഇന്ന് എനിക്ക് എത്ര കിട്ടുമെന്നുള്ളതാണ്. We begin to think how much can we return back. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി. And I began to think about that too. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ഒരു ദ്രവ്യാഗ്രഹിയാണ്. And the Lord said to me, you're greedy. ആമേൻ. നിന്റെ മൈൻഡ് ഈ ഭൂമിയിൽ ഇരിക്കുകയാണ്. Your mind is set on the earth. നിന്റെ മൈൻഡ് ഈ ഭൂമിയിൽ പണത്തോടിരിക്കുകയാണ്. Your mind is set on the money of this world. നീ എന്ന് റിപ്പന്റ് ചെയ്യുവാനിടയായി തീരണം. You have to repent. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു കപടത പാടില്ല. There should be no hypocrisy in us. അത് നമ്മുടെ അകത്തോട്ട് ചിന്തിപ്പാനിടയായപ്പോൾ, And when it began to be thought in me, ആമേൻ, ഒരു വലിയ ഡെലിവറൻസ് സംഭവിക്കാനിടയായി. a great deliverance happened. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പല ഡെലിവറൻസുകൾ സംഭവിക്കണമെങ്കിൽ And if deliverance has to happen in our lives, നമ്മുടെ മൈൻഡ് ഉയരത്തിൽ വെക്കുക. our mind has to be set above. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എന്ത് ചിന്തിക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. Whatever we think on, those things control us. അതാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ചിന്തിപ്പാനിടയായി. And when we wake up in the morning, that is what controls us in our thoughts. നമ്മൾ വലിയ വിശുദ്ധരാന്നൊക്കെ പറയും. We say that we are holy. നമ്മൾ ദ്രവ്യാഗ്രഹിയൊന്നും അല്ല എന്നൊക്കെ എല്ലാവരോടും ഒക്കെ പറയും. We say to others we are not greedy. നമ്മുടെ ഉള്ളിൽ ഈ സാധനം എല്ലാം ഉണ്ട്. But these things are within us. നമ്മൾ ആരും വ്യത്യസ്തരൊന്നുമല്ല. We are not different from others. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. I'm talking about ഞാൻ myself. പരിശോധിക്കാനിടയായി തീരുന്നു. I began to examine myself. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിന് കർത്താവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. And we are only able to recover with the power of Christ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. We need the power of the Holy Spirit. ഈ ഭൂമിയിലുള്ള എല്ലാ ചിന്തകളെ മാറ്റുന്ന കർത്താവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് ശക്തമായി വസിച്ചേ മതിയാകും. The Holy Spirit has to dwell mightily within us for the things of the earth to be removed from our നമ്മുടെ thoughts. അകത്തുള്ള പരിശുദ്ധാത്മാവ് പലപ്പോഴും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Many times the Holy Spirit within us is groaning. നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, When we begin to think of things of the earth, നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് വളരെ ഞരങ്ങിയിരിക്കുകയാണ്. the Holy Spirit within us is being grieved. അവന് വേണ്ട രീതിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. He is not able to reveal Christ as he ought to. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാനിത് പറയാനുള്ള കാരണം കർത്താവിനെ നമ്മൾ അന്വേഷിച്ചു പോകുക എന്നുള്ളതാണ്. The reason I'm saying this is that we have to seek after the Lord. കർത്താവ് സകല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായി തീർന്നു. The Lord did many miracles and signs. കർത്താവ് അത്ഭുത മന്ത്രിയാണവൻ. He is a worker of miracles. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. And he is a God who heals us. ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. And I believe in the miracles. ആമേൻ. അവന്റെ അത്ഭുതത്തിന് അടയാളത്തിന് ഒരു കുറവും ഇന്നുമില്ല. And there is no shortage for his signs and wonders. അവന്റെ അടുക്കൽ വന്നവരൊക്കെ സൗഖ്യമായിട്ടുണ്ട്. All who have come to him have been healed. അവന്റെ അടുക്കൽ വന്നവർക്കെല്ലാം അവന് ആവശ്യം പോലെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. All who have come to him have been filled. ആമേൻ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറയ്ക്കുന്ന ദൈവമാണ്. And he is a God who fulfills all your needs. പക്ഷേ അതെല്ലാം നമ്മളെ താൽക്കാലികമാണ്. But all those things are temporary. അതൊന്നും നമ്മുടെ അകത്തെ ശൂന്യതയെ മാറ്റത്തില്ല. It will not remove the emptiness within us. അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ It ലഭിക്കത്തില്ല. will not give us satisfaction. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് ഞാൻ നിങ്ങളെ പൽക്കാലം വെച്ചുകൊണ്ട് കർത്താവിന്റെ മേശയിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു. I'd like to enter into the Lord's table, on meditating on another. ആമേൻ. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിന് ശേഷം, After the Sermon on the Mount by Jesus, ആമേൻ, കർത്താവിന്റെ കൂടെ 3 ദിവസം പാർത്തിരുന്ന സകല പുരുഷാരത്തെയും, the crowd that was with Jesus for 3 days, മൂന്നാം ദിവസമായപ്പോൾ അവർക്ക് വിശക്കുവാനിടയായി. they were with him for 3 days, and on the third day they became hungry. നമുക്ക് ആ സുവിശേഷത്തിലെ നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാം. We know that events from the Gospels. 5 അപ്പം കൊണ്ട് അവൻ 5000 പേരെ പോഷിപ്പിച്ചു. And the Lord fed them with 5,000 people with the bread and fish. പുരുഷാരമെല്ലാം കർത്താവിനെ തേടി പോവുകയാണ്. And all those multitudes sought after the Lord. ആമേൻ. കർത്താവ് ഹല്ലേലൂയ ബോട്ടിൽ കൂടെ യാത്ര ചെയ്ത് കപർന്നഹൂമിലെത്തി. And the Lord traveled on the boat and came to Capernaum. ആമേൻ. കർത്താവ് ഈ അപ്പം തിന്ന ഹല്ലേലൂയ അന്നത്തെ യഹൂദന്മാരെല്ലാം കൂടെ കർത്താവിനെ ഫോളോ ചെയ്യുകയാണ്. And all those Jews they were following Jesus were filled with the bread. അവരെത്തിയപ്പോൾ കപർന്നഹൂമിൽ ഒരു പള്ളിയിൽ ഒരു സിനഗോഗിൽ കർത്താവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. And when they came to Capernaum, they saw that the Lord was teaching in the synagogue. ആമേൻ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ സംഭവം വായിക്കുന്നത്. And we read this in John chapter 6. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കൽ പറഞ്ഞു, റബ്ബി നീ എവിടെയാ? ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു. And they said to the Lord, Rabbi, where have you been? We have been seeking after you. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു അതിന്റെ 6-ന്റെ യോഹന്നാൻ സുവിശേഷം 6:26 ഇപ്രകാരം പറയുന്നു. And we read in John chapter 6 verse 26. യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, Jesus said, truly I say to you, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, not because you saw the signs,
അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. But because you ate of the loaves and were filled, you seek me. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത് അപ്പം തിന്നതുകൊണ്ടല്ല. Today we should not seek God because we have been satisfied with bread. നമുക്ക് നല്ല വിദ്യാഭ്യാസം എന്നതുകൊണ്ടല്ല. It is not because we have education. നല്ല ജോലി എന്നതുകൊണ്ടല്ല. And not because we have a good job. നല്ല വീട് എന്നതുകൊണ്ടല്ല. Not because we have a good house. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ അതുകൊണ്ടല്ല കർത്താവിനെ അന്വേഷിക്കേണ്ടത്. That is not the reason why we seek the Lord. ആമേൻ. കർത്താവിന്റെ അടുക്കൽ വന്ന പുരുഷാരത്തിന്റെ മൈൻഡ് സെറ്റിനെ കർത്താവ് മാറ്റുകയാണ് ചെയ്യുന്നത്. And the Lord is changing the mindset of the crowd that came after him. അതിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. And that is why he came to the world. ആമേൻ. കർത്താവ് ആ കൂടെ വന്ന ജനത്തിന്റെ മൈൻഡിനെ മൊത്തം മാറ്റുവാനിടയായി തീർന്നു. And he began to change the mind of all the people that were there. ആമേൻ. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവർക്ക് കഠിന ഉപദേശമായിട്ടാണ് തോന്നിയത്. And when we begin to continue reading, we think it's hard teaching. ആമേൻ. ഇത് ശക്തമായി കർത്താവ് പറഞ്ഞപ്പോൾ, And when the Lord taught on this strongly, സകല മനുഷ്യരും വിട്ടുപോകുവാനിടയായി തീർന്നു. all the people began to leave him. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, And then the Lord asked the disciples, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ട്, നിങ്ങൾക്കും പോകാം. if you have the heart to leave, you can leave as well. പത്രോസ് വിളിച്ചു പറഞ്ഞു, But Peter said, ഞങ്ങൾ നിന്നെ വിട്ട് എങ്ങോട്ട് പോകും? he said, where shall we go? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. You have the words of eternal life. ഞങ്ങൾ കഴിക്കുന്ന ആഹാരമൊക്കെ നമ്മൾ കഴിച്ച് നമ്മൾ നശിച്ചു പോകും. All the food that we eat are being destroyed here. ആമേൻ. ഈ ഭൂമിയിലുള്ള സകലതും കത്തി ചാമ്പലാകാനുള്ളതാണ്. All the things of this earth will be burned in fire. കർത്താവിന്റെ വരവിന് മുമ്പേ സകല സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And all these events are happening before the coming of the Lord. എന്നാൽ കർത്താവ് വന്നതിന് ശേഷം ഇതിലും അതിഭയങ്കരമായ കാഴ്ചകളായിരിക്കും. And after the Lord has come, even worse events will happen. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഒന്നും നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുവാൻ കർത്താവ് അനുവദിക്കുന്നില്ല. So the Lord is not allowing us to set our mind on here. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലേക്ക് നോക്കാനായിട്ട് The പറഞ്ഞു. Lord said, look unto me. ഹല്ലേലൂയ. നിങ്ങൾ കഴിച്ച ആഹാരമൊക്കെ കഴിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും. After you eat of the food that you have, then you will die. ആമേൻ. ആമേൻ. ഇവിടെ കടന്നു പുരുഷാരത്തിന് ഭയങ്കര സംശയം. And the crowds had many doubt there. ആമേൻ. ഹല്ലേലൂയ. നീ അതിനെ നിന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങൾ അതിന്റെ 27ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്ന ഉത്തരം പറഞ്ഞു. Verse 27, do not labor for the food which perishes, but for the food which endures to everlasting life, which the Son of Man will give, because God the Father has set his seal on him. ആമേൻ. ഇവിടെ പറയുന്നു നിലനിൽക്കുന്ന ഒരു ആഹാരത്തെ കുറിച്ച് പറയുന്നു. And it talks about a food that endures. ഹല്ലേലൂയ. അത് ഒരിക്കലും നശിക്കാത്ത ഒരു കാര്യമാണ്. And it is a thing that cannot be destroyed. ആമേൻ. നമ്മൾ നിത്യജീവനിലേക്കാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. And we have to labor unto eternal life. നമ്മുടെ ജോലി, നമ്മുടെ അധ്വാനം എല്ലാം നിത്യജീവനിലേക്ക് കണക്ട് ചെയ്യപ്പെടട്ടെ. All our work and our job should be connected to eternal life. നമ്മുടെ വിദ്യാഭ്യാസവും നമുക്ക് തന്ന സകല നിത്യജീവനിലേക്ക് കണക്ട് ചെയ്യപ്പെടട്ടെ. Our education and our wealth should be connected to eternal life. ആമേൻ. യേശുവിന്റെ നിത്യജീവൻ ഉള്ളവനെ പിശാച് തൊടാൻ പറ്റത്തില്ല. And those who have the eternal life from Jesus, the devil cannot touch him. ആമേൻ. അതുകൊണ്ട് നമ്മൾ നിത്യജീവനിൽ മറയപ്പെട്ടവരാണ്. So we are being covered hidden in the eternal life. പിശാച് നോക്കുമ്പോൾ അവന് ചുറ്റും യേശുവിൽ അവൻ മറയപ്പെട്ടിരിക്കുന്നു. And when the devil looks, he sees Christ covered within us. അവന്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. And the devil cannot enter. പിശാചിനെ തൊടാൻ പറ്റത്തില്ല. The devil cannot touch that കാരണം person. യേശുവിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നു. Because that person is covered with Christ. യേശുവിന്റെ ജീവനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നു. Because that person is covered with the life of Jesus. അവനെ തൊടുവാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. And no power of the world can touch that person. കാരണം അവന്റെ അകത്ത് വസിക്കുന്നത് മരണമില്ലാത്തൊരു ജീവിതമാണ്. Because the life that dwells in him is a life without death. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ദേഹത്തെയും ദേഹിയെ കൊല്ലുവാൻ കഴിയുന്നവനെ ഭയപ്പെടണ്ട. That's why the Lord said, do not fear the one who can kill your body. ആമേൻ. നിന്റെ ആത്മാവിനെ നിത്യനരകത്തിൽ തള്ളിയിടുവാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടുക. But fear God who can throw your spirit into hell. ഈ ലോകത്തിലെ ഒന്നിനെയും ഭയപ്പെടരുത്. Do not fear any things of this world. ഈ ലോകത്തിലെ നഷ്ടങ്ങളെയും ഭയപ്പെടരുത്. Don't fear the losses in this world. ആമേൻ. നിങ്ങളെ അതൊന്നും ഇന്ന് പകൽക്കാലം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഇടവരില്ല. None of those things should control you. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഒരു ആഹാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. And the Lord speaks about food here. സമരിയക്കാരി സ്ത്രീ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. We read in John chapter 4 about the Samaritan woman. സമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള കോൺവെർസേഷന് ശേഷം, After the conversation with the Samaritan woman, സമരിയക്കാരി സ്ത്രീ സമരിയ പട്ടണത്തിൽ പോയി യേശുവിനെ കുറിച്ച് പറയാനിടയായി. the woman went to the city of Samaria and talked about Jesus. ആമേൻ. ശിഷ്യന്മാർ യേശുവിനെ അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ, And the disciples, when they sought the Lord and came to him, കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പിന്നെ കർത്താവേ ഇവിടെ ആഹാരമുണ്ട്, നീ ഭക്ഷിച്ചാലോ എന്ന് പറഞ്ഞു. and the disciples said, here there is food, you can have it, Lord. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്ക് കഴിക്കാനുണ്ട്. And the Lord said, I have food that you do not know about. ശിഷ്യന്മാർ വിചാരിച്ചവർ വേറെ ഏതെങ്കിലും ഫുഡ് ആരെങ്കിലും കൊണ്ടുവന്നതായിരിക്കും. And the disciples thought someone else might have given food to the Lord. എന്റെ ആഹാരം ഇതാണ്.
But Jesus said, my food is this. എന്റെ പിതാവിന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. To fulfill the work of my Father is my food. നമ്മുടെ ആഹാരം നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ്. Our food is to complete the work of God. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആഹാരം. Our food is to complete the work which has been entrusted to us. അതിനെ ദൈവം നമ്മളിവിടെ അയച്ചത്. And that is why God has sent us here. അതിനെ ദൈവം നമ്മളിവിടെ ചിതറിച്ചു കൊണ്ടുവന്നത്. And that is why God has scattered us here. ആമേൻ. ഒട്ടുമിക്ക പേർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവരാണ്. Many of you have come from Middle East. ആമേൻ. മിഡിൽ ഈസ്റ്റ് നമ്മളെ ചിതറിച്ചുകൂടെ കൊണ്ടുവന്നത്. And God has scattered us from there and brought us here. ഈ സെന്റ് ജോണിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാനുണ്ട്. To do a great work in the city of St. John. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. To do a work that pleases God. അത് തികയ്ക്കുമ്പോഴാണ് നമ്മുടെ മിനിസ്ട്രി ഫുൾഫിൽ ചെയ്യും. And when we fulfill that, we fulfill our ministry. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. And then we'll be taken away from this earth. ആമേൻ. സ്തേഫാനോസ് കർത്താവിന്റെ മിനിസ്ട്രി അവനിടയായി തീർന്നു. And Stephen did the ministry of the Lord. സ്തേഫാനോസ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായി. And he did great many signs and wonders. ആമേൻ. കർത്താവിനെ കുറിച്ച് സുവിശേഷത്തിൽ ശക്തമായി സുവിശേഷം പ്രസംഗിക്കുവാനിടയായി തീർന്നു. Stephen preached boldly on the gospel of Jesus. ആമേൻ. യേശു ദൈവമാണെന്ന് പ്രസംഗിച്ചപ്പോൾ, And as he preached that Jesus was God, ഹല്ലേലൂയ, അവര് ആമേൻ സ്വന്തം കല്ലെറിയുവാനിടയായി തീർന്നു. they stoned him. ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്ത് സ്തേഫാനോസിനെ ഓടിപ്പോകാം. At that time, Stephen could have ran away. സ്തേഫാനോസിന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയുണ്ട്. He had every ways to escape that place. ആ സമയത്ത് സ്തേഫാനോസ് ഒരു കാര്യം ചെയ്യാനിടയായി തീർന്നു. But Stephen did one thing in that moment. സ്തേഫാനോസ് ഒരു കാര്യം ഇങ്ങനെ ഒന്ന് മേലോട്ടൊന്ന് നോക്കി. He looked above. അപ്പോൾ അവിടെ സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും And he saw the heavens open. ആമേൻ. ദൈവമഹത്വം കാണുവാനിടയായി And he തീർന്നു. saw the glory of God. യേശു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത് And കാണുവാനിടയായി he തീർന്നു. saw Jesus sitting in the right hand of God. യേശുവിനെ കണ്ടപ്പോൾ, And when he saw Jesus, ആമേൻ, സ്തേഫാനോസിന് പിന്നെ അവിടെ ആമേൻ ഓടിപ്പോകണമെന്ന് ഒരു താല്പര്യം തോന്നിയില്ല. Stephen had no desire to run away from there. എത്രയും പെട്ടെന്ന് മരിച്ച് യേശുവിനോട് ചേരുവാൻ ആഗ്രഹിച്ചു. He wanted to die quickly to be with the Lord. അതുകൊണ്ട് സ്തേഫാനോസ് ഓടിപ്പോയില്ല. And so he didn't run away. ആമേൻ. അവനെ കല്ലെറിയുവാനിടയായി തീർന്നു. And they stoned him. ഞാനൊരു ഭാവന പറയുകയാണ്. I'm just saying an imagination here. യേശു ചിലപ്പോൾ ഒരുപക്ഷെ സ്തേഫാനോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകാം. Maybe the Lord might have spoken to Stephen. മോനെ, നിന്റെ മിനിസ്ട്രി തീർന്നു. Son, your ministry is over. നീങ്ങി പോരെ. Come back, come here. നീ അവിടുന്ന് ഓടിപ്പോകണ്ട. Don't run away from there. നീ ഒരു 100 വർഷം ചെയ്യാനുള്ളത് What you have to do in 100 നീ years, ഒരു ചുരുങ്ങിയ വർഷം കൊണ്ട് ചെയ്തു. you have done in a few years. അത് മതി. And that is enough. നീങ്ങി പോരെ. You come here. എനിക്ക് ചില പദ്ധതികളുണ്ട്. And I have some purposes. ആമേൻ. നിന്നെ അവർ പീഡിപ്പിക്കുവാനിടയായി തീരും. They will be persecuting you. നിന്റെ മരണമുഖാന്തരം ഈ സഭ ചിതറിപ്പെടുവാനിടയായി. And because of your death, the church will be scattered. ഈ സഭ ഹല്ലേലൂയ സ്തോത്ര യഹൂദയിൽ മാത്രമല്ല, This church should not only be in Judea, ഭൂമിയുടെ അറ്റത്തോളം ചിതറിക്കണം. but it should be scattered to the ends of the earth. അതുകൊണ്ട് സ്തേഫാനോസിന്റെ പെർസിക്യൂഷൻ നിമിത്തം, So because of the persecution of Stephen, അപ്പോസ്തല പ്രവൃത്തി 8 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. we read in Acts chapter 8 ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ that സഞ്ചരിപ്പാനിടയായി. all those who were scattered went preaching the gospel. അവരങ്ങനെ സ്കാറ്റേഡ് ആയതുകൊണ്ട്, And because they were scattered, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പകൽക്കാലം യേശു അറിയാനിടയായി. and that is why we have come to know the Lord. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഭൂമിയിൽ ഏതെങ്കിലും ഒക്കെ പിശാചിന്റെ അണ്ടറിലായി പോയാൽ, Or else we have been captive under the devil somewhere on the earth. ഏതെങ്കിലും അന്യ ദൈവങ്ങളെ ആരാധിച്ച് ഭൂമിയിൽ നടന്നേ, We would have been here walking, serving other gods. ഏതെങ്കിലും അന്യ ദൈവങ്ങളെ ആരാധിച്ച് നരകത്തിൽ പോയേനെ. And we have been serving false gods and have gone to hell. ദൈവത്തിന്റെ പ്ലാൻ വളരെ തികവുള്ളതാണ്. And God's plan is with satisfaction. പെർഫെക്റ്റ് ആണ്. It is perfect. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷം സ്പ്രെഡ് ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. And so God desires us to spread the gospel. നമ്മുടെ വിന്റർ തീർന്ന് നമ്മൾ സമ്മറിലേക്ക് കയറാൻ പോവുകയാണ്. The winter has been over and we are entering into summer. നമുക്ക് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ ട്രാക്റ്റുകൾ കൊടുക്കുക. The time that we receive, we should share gospel tracts. യേശുവിനെ പറ്റി പറയുക. We should talk about Jesus. ആമേൻ. നമ്മൾ കർത്താവിനെ പ്രീച്ച് ചെയ്യുക. We have to preach about the Jesus. ഈ സഭ നമ്മൾ നിറയുവാനിടയായി തീരും. And the church will be filled. അനേക ആത്മാക്കൾ വരുവാനിടയായി തീരും. Many souls will come here. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഈ സഭയോടുള്ളത്. And that is God's promise to the church. ഇത് പകൽക്കാലം വിശ്വാസത്തിൽ ഓളം നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അത് പ്രസംഗിക്കുന്നത്. And I'm preaching this with faith, seeing the halls filled. ഞാൻ ഇവിടെ കാണുമ്പോൾ 10-12 പേരെയല്ല, ഈ ബെഞ്ച് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് വിശ്വാസത്താൽ കാണും. With faith, I'm seeing this whole bench is filled with people. നിങ്ങൾ ഈ ഹോളിലേക്ക് വരുമ്പോൾ അതിനായിട്ട് സ്തോത്രം ചെയ്യണം. And when you come into this hall, you have to thank God for നിങ്ങളുടെ that. പേഴ്സണൽ പ്രേയറിൽ അത് ശക്തമായിട്ട് സ്തോത്രം ചെയ്യണം. And you have to thank God strongly in that, in your personal prayer. ആമേൻ. നമുക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. We are not able to do anything else in this world. നമ്മൾ നേടുന്നതെല്ലാം നശിച്ചു പോകുന്നതാണ്. All the things that we gain are being lost. നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നേടിയതെല്ലാം നശിച്ചു പോകുന്നു. Everything that we pray with faith and gain will perish. നമ്മൾ വീടിനായി സ്തോത്രം ചെയ്ത് വീട് തന്നു. We prayed for the house and we received a house. ഒരു കാറുള്ളവർ ഒരു കാർ കൂടെ മേടിക്കാൻ സ്തോത്രം ചെയ്യും. പിന്നെയും രണ്ടാമത്തെ കാർ വന്നു. We thank God for another car and we received one more car. ആമേൻ. നമ്മൾ എല്ലാത്തിനും സ്തോത്രം ചെയ്തു. And we thank God for all those things. എല്ലാം നമുക്ക് ലഭിച്ചു. And we received those things. വിശ്വാസത്താൽ നമ്മൾ എല്ലാം നേടി. We gained all those things by faith. അല്ല, ഇതെല്ലാം നശിച്ചു പോകുന്നു. And all these things perish.
ആമേൻ, നശിക്കാത്ത ഒരു ആഹാരം മാത്രമേ ഉള്ളൂ. but there is a food that does not perish, അത് നിത്യജീവനാണ്. and that is eternal life. കർത്താവ് പറഞ്ഞു, അല്ല ഇവിടെ ഒന്ന് പുരുഷാരം പറഞ്ഞു, നീ എന്ത് പ്രവൃത്തി ചെയ്തു ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ? And the crowds asked him, what work did you do that we should believe in നീ you? എന്ത് അടയാളമാണ് ചെയ്യുന്നത്? What signs have you done that we should believe in you? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു. And so Jesus said to them, ആമേൻ, അവർ ചോദിച്ച ചോദ്യം ഇപ്രകാരമാണ്. and this was a question they asked him, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ എന്ത് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യണം? what works must we do so that we can please God? ഞങ്ങൾ യഹൂദന്മാർക്ക് വലിയൊരു ആഗ്രഹമാണ്, അവർക്ക് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. The Jews have a great desire to please God. അതിനവർ പലതും യാഗങ്ങളും ഈ കാഴ്ചകളും ഒക്കെ കൊടുത്തവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. So they offer many sacrifices and offerings to please God. യേശു ദൈവമാണെന്ന് അവർക്ക് അറിഞ്ഞിരുന്നില്ല. But they did not know Jesus was God. അതുകൊണ്ട് അവർ യേശുവിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ദൈവത്തെ പ്രസാദമുള്ള പ്രവൃത്തി? So they asked Jesus, what is a work that pleases God? ദൈവ കർത്താവ് പറഞ്ഞു, And the Lord said to him, അവൻ പിതാവ് അയച്ച യേശു വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. and he said the thing that the Father is pleased with is believing in the Son whom the Father has sent. 28ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. They said to him, what shall we do that we may work the works of God? 29ാമത്തെ വാക്യത്തിൽ യേശു അവരോട്, Jesus answered and said to them, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി this is the work of God, അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രയെന്ന് ഉത്തരം പറഞ്ഞു. that you believe in him whom he sent. ഹല്ലേലൂയ, സ്തോത്രം. അവൻ അയച്ചവൻ വിശ്വസിക്കുക. To believe in the one whom he sent. അവന് മാത്രം നിത്യജീവൻ തരാൻ കഴിയത്തുള്ളൂ. He is the only one who can give eternal life. ഒത്തിരി കോൺവെർസേഷൻ ഉണ്ട്, സമയം കത്രമേശ ഉള്ളതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുവാൻ And ആഗ്രഹിക്കുന്നു. we are not entering further into the conversation there. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, കാട തിന്നു, ഞങ്ങളെ ഹല്ലേലൂയ ഞങ്ങൾക്ക് മോശ ഇതൊക്കെ തന്നെന്ന് പറഞ്ഞു. And they said that our fathers in the wilderness had manna and all sort of foods which Moses provided for us. ആമേൻ. കർത്താവ് പറഞ്ഞു, മോശയല്ല തന്നത്, And the Lord said to them, Moses did not provide എന്റെ this for you, പിതാവാം ദൈവമാണ് നിങ്ങൾക്ക് തന്നത്. but God the Father provided this for you. ആമേൻ. ആ മന്നയൊക്കെ കഴിച്ചവരെല്ലാം മരിച്ചു പോയില്ലേ? All those who ate that manna died. എന്നാൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് പറഞ്ഞ ജീവന്റെ അപ്പമാണ്. But I am the bread of life that have come from heaven. ഞാൻ എന്റെ ജീവനെ നിങ്ങൾക്ക് തരാനായിട്ട് പോകും. And I am giving my life for you. എന്റെ അടുക്കൽ വരുന്ന ഒരു നാളും വിശക്കത്തില്ല. All those who come to me will never hunger. ഒരു നാളും ദാഹിക്കത്തില്ല. And will never thirst. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഭൂമിയിൽ മനുഷ്യൻ എപ്പോഴും ദാഹവും വിശപ്പും ഉള്ളവനാണ്. On this earth the human always faces hunger and thirst. ലിറ്ററലി അത് സ്തോത്രം, നമ്മുടെ ആഹാരം അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് വരുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു. And literally when we are hungry we eat food, and when we are thirsty we drink water. ഇവിടെ കർത്താവ് പറയുന്ന ഒരു സ്പിരിച്വൽ ഹങ്കർ ആൻഡ് സ്പിരിച്വൽ തേർസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. But the Lord is talking about spiritual hunger and spiritual thirst. പ്രിയമുള്ളവരെ, ഒരു സത്യം ഞാൻ പറയാം. I'm telling a truth to you all. ഈ ലോകത്തുള്ള എല്ലാം ഉണ്ടെങ്കിലും Even if you have all the things of this world, മനുഷ്യന്റെ അകം ശൂന്യമാണ്. the inner being of a man is ആ empty. ശൂന്യതയെ മാറ്റാൻ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. And nothing of this world can take away the emptiness. നിങ്ങളുടെ ശൂന്യതയെ മാറ്റാൻ ഒന്നിനും കഴിയത്തില്ല. Nothing can take away the emptiness that you have. എത്രയോ പേരുടെ സാക്ഷി നാം കേൾക്കാനിടയായി. And we have heard many people's testimonies. ആമേൻ. നമ്മുടെ സമാധാനം തരുവാൻ വേറെ ഒന്നിനും സാധ്യമല്ല. Nothing else can give us peace. എത്രയോ പ്രഗൽഭന്മാരായ സെലിബ്രിറ്റികൾ, സിനിമാ ഫീൽഡിലുള്ളവർ കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. How many celebrities have known the Lord? ഞാൻ ഒത്തിരി പേരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. And I've heard their testimonies. അവർ പറഞ്ഞ ഇത്രയാണ്, ലോകത്തുള്ള എല്ലാമേ ഞാൻ അനുഭവിച്ചു. They said that I've experienced all the things of the world. എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ശൂന്യത. But still there is emptiness in my heart. അത് ആർക്കും മാറ്റുവാനായിട്ട് കഴിയില്ല. And no one can take away this emptiness. എന്റെ എംപ്റ്റിനെസ്സിനെ മാറ്റുവാൻ ഒന്നിനും കഴിയുന്നില്ല. Nothing is able to take away my emptiness. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലര് പല മറ്റ് മാർഗങ്ങൾ തേടി പോകുന്നു. And so they began to seek other things to fulfill their ചിലർ emptiness. തീർത്ഥയാത്ര നടത്തുന്നു. They began to go on pilgrimage. ചിലര് സർവ്വതും വിട്ടിട്ട് സന്യാസ ജീവിതം നയിക്കുന്നു. Some people live a life of monks. ഇതൊന്നും അവനെ തൃപ്തനാക്കത്തില്ല. But none of these things satisfy. കർത്താവ് പറഞ്ഞു, എന്റെ അടുക്കലോട്ട് വാ. Jesus said, come unto me, ഞാൻ നിങ്ങളെ നിറയ്ക്കാൻ പോകും. and I will fill you. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ Today with faith, യേശുവിന്റെ അടുക്കലോട്ട് വരുമ്പോൾ when you come to Jesus, നിങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കുവാനിടയായി. He is able to fill your spirit. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. And you will never thirst. നിങ്ങൾക്ക് ഒരു നാളും വിശപ്പുണ്ടാകുകയില്ല. And you will never hunger. സകലം നിറയ്ക്കുവാനായിട്ട് പോകും. And He is going to fulfill all things. അതിനുവേണ്ടി യേശു തന്നെ ഹല്ലേലൂയ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ, And for that Jesus did not consider equality with God. ആമേൻ, ഭൂമിയിലേക്ക് മനുഷ്യനായി വിളങ്ങി. But He came here as a human. ഒരു ദാസരൂപം എടുത്ത് And taking on the form of a bond servant. ക്രൂശിലെ മരണത്തോളം To the point of the death on the cross. അനുസരണമുള്ളവനായി He was obedient.
ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കാം. Let us submit ourselves to God's hand. ഞാനാണ് ജീവന്റെ അപ്പം. Jesus said, I am the bread of life. ഞാനാണ് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ഈ ജീവന്റെ അപ്പം. I am the bread of life that came from heaven. എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകും. And I am giving my body for you. നിങ്ങൾ എന്നെ വിശ്വസിച്ചാട്ടെ. You have to believe in me. എന്റെ മാംസം തിന്നുകയും When you eat my flesh, എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ, and the one who drinks my blood, അവന്റെ ഉള്ളിൽ ജീവനുണ്ട്. that person has life. ആമേൻ. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, And when we read that portion, അതൊരു കഠിന ഉപദേശമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. they thought that it is a hard teaching. ആമേൻ. ആ യേശുവിന്റെ അടുക്കൽ കൂടെ വന്ന പുരുഷാരം സകലതും വിട്ടുപോയി. And all the crowd that followed Jesus forsook him. നിത്യജീവന്റെ സുവിശേഷം പറഞ്ഞാൽ ആൾക്കാർ കൂടത്തില്ല. If you speak the gospel of the eternal life, no people will not increase. പ്രോസ്പെരിറ്റി പറഞ്ഞാൽ ആൾക്കാർ കൂടും. But if you speak on prosperity, people might അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ ആൾക്കാർ മാറ്റിക്കളഞ്ഞു. And people have changed the mindset of that. എന്നാൽ നമ്മുടെയൊക്കെ യൗവനകാലത്ത് കേട്ടിട്ടുള്ളത് പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശുവിനെ പറ്റിയാണ്. But in our youth we have heard about Jesus who delivers us from sin. ഇന്ന് നമ്മൾ കേൾക്കുന്നതെല്ലാം ഈ ലോകത്തിലെ ഐശ്വര്യങ്ങൾ തരുന്ന യേശുവിനെ പറ്റിയാണ്. Today we are hearing about Jesus who brings you the beauties of this world. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവൻ. And that is why Paul said, if anyone preaches Jesus that we ഞങ്ങൾ പഠിപ്പിച്ച വിപരീതമായി പ്രസംഗിക്കുന്നവൻ, and if they preach contrary to what we have taught, അവൻ ശപിക്കപ്പെട്ടവനാണ്. that he is an accursed person. അത് സ്വർഗ്ഗത്തിൽ ദൂതനായാലും, and even if he be an angel from heaven. ഇന്ന് പകൽക്കാലം വളരെ ധൈര്യത്തോടെ ഞാൻ പറയുന്നു. Today I am boldly speaking that. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ മരിച്ചാലും, today even if we die, നമുക്കൊരു നിത്യജീവനുണ്ട്. we have an eternal life. അത് തരുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. And that is why Jesus came into this world. നമ്മൾ കർത്താവിന്റെ മേശ നമ്മളെ ഓർപ്പിക്കുന്നതാണ്. And the Lord's table reminds us. ഇതിലേക്ക് നമ്മൾ കൈ നീട്ടുമ്പോൾ നമ്മുടെ അകത്ത് ജീവൻ വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. When we partake in this, the life is being transferred to us. നമുക്ക് താഴ്മ ലഭിക്കാനിടയായി തീരും. And we will be humble. നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം മാറുവാനിടയായി തീരും. And all our pride will be taken away. അവൻ കാൽവരി ക്രൂശിൽ അനുഭവിച്ച വേദനകളെ ധ്യാനിച്ചാലേ, when we meditate on the suffering he had on the cross, അവൻ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യമില്ലാത്തൊരു വ്യക്തിയായി മാറി. he became a person who had no beauty that we should be desiring him. പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്നു നമ്മുടെ കർത്താവ്. The Lord who was beautiful among the thousands. യെശയ്യാവ് ദർശിക്കുമ്പോൾ, when Isaiah saw the vision, 53-ാം അധ്യായം യെശയ്യാവ് യേശുവിനെ പറ്റി പ്രകാരം എഴുതി. the prophet Isaiah writes in chapter 53 about Jesus. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക യാതൊരു സൗന്ദര്യവുമില്ല. there was no beauty in him that we must desire. മുഖം വികൃതമാക്കപ്പെട്ടു. his face was marred. രോഗം ശീലിച്ചവനായിട്ടിരുന്നു. and he bore all our griefs. അവൻ സകല മാനവജാതിയുടെ പാപങ്ങൾ ഏറ്റെടുക്കുവാനിടയായി. he took on the sin of all the humanity. അവനെ കണ്ടാൽ ആമേ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം. and no one was able to understand his face. നല്ലൊരു വസ്ത്രമില്ലാതെ, he had no good clothes. ആമേ ഹല്ലേലൂയ. നല്ലൊരു ആമേൻ അന്തി ഉറങ്ങുവാൻ ഒരു സ്ഥലമില്ലാതെ, without no good resting place. ആമേ സ്തോത്രം. നിർജ്ജന പ്രദേശങ്ങളിൽ വാങ്ങിപ്പോയി ഉറങ്ങിയ ഒരു കർത്താവിനെ, the Lord who spent time in lonely places, ഒരു ദാസരൂപം എടുത്ത കർത്താവ്, the Lord who took on the form of a servant, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച കർത്താവ്, the Lord who showed it to us the love of God. ആമേൻ. അവനെ ക്രൂശിക്കുവാനിടയായി തീർന്നു. and they crucified this Lord. ഹല്ലേലൂയ. അവന്റെ മുതുകൾ ഉഴവുചാൽ പോലെ കീറുവാനിടയായി തീർന്നു. and his body was broken. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു നമുക്ക് വേണ്ടിയാണ് ചെയ്തത്. and Jesus did this for us. നിങ്ങൾ ഈ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ പേര് അവിടെ വെക്കുക. when you meditate on the cross, think your name on it. എനിക്ക് വേണ്ടിയാണ് അവൻ ഇതെല്ലാം അടിയത്. that he took all this beating for me. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ അവന്റെ ദേഹത്തായി. that the punishment I have to suffer, he took it upon himself. ഞാൻ ഏൽക്കേണ്ട അപമാനം അവൻ ഏറ്റുവാനിടയായി. the shame that I have to face, he has taken it. ഞാൻ ഏൽക്കേണ്ട നിന്ദ അവൻ ഏൽക്കുവാനിടയായി. and all the shame and he has taken it upon himself. എല്ലാവരും കണ്ടാൽ അറക്കപ്പെട്ട രീതിയില്. and when they also saw him, they saw him as broken. ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുപ്പാനിടയായി. and the Lord delivered him unto them. ആമേൻ. ദൈവം തന്റെ സ്വന്തം പുത്രനെ ഒരിക്കലും ആദരിച്ചില്ല ആ ഭാഗത്ത്. God did not honor his own son in that. അവനെ നമുക്ക് വേണ്ടി സ്പെയർ ചെയ്യുവാനിടയായി. and he spared the son for that. ഇന്ന് പകൽക്കാലം ഈ മേശയിലേക്ക് നമ്മൾ കൈ നീട്ടുമ്പോൾ, and today when we partake in this table, ആമേൻ, സ്വർഗ്ഗത്തിൽ പറഞ്ഞ ജീവന്റെ അപ്പമാണത്. he is a bread of life that have come from ആമേൻ. heaven. ഇവിടെയുള്ള ബ്രെഡ് സാധാരണ ബ്രെഡാണ്. here the bread that is here on the table is just simple bread. ഇത് വീഞ്ഞ് സാധാരണ വീഞ്ഞാണ്. and the wine is just simple wine. ഇതിനകത്ത് പ്രത്യേകത ഒന്നുമില്ല. and there is no speciality in it. ആമേൻ. ഇത് രോഗശാന്തിയുടെ ശുശ്രൂഷയല്ല. and it is not the ministry of healing. എന്നാൽ ഇത് കൈനീട്ടിയവർ അനേകർ സൗഖ്യമായിട്ടുണ്ട്. but all those who have partaken and have been healed. പത്രോസ് പറയുന്നു, അവന്റെ അടിപ്പിടാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Peter says, by his stripes we have been healed. വിശ്വാസത്തോടെ ഇതിലേക്ക് കൈ നീട്ടുമ്പോൾ, and when with faith you partake of this നിങ്ങൾ thing, ഇത് ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ, when you take
drink and eat, നിങ്ങൾ അപ്പം എടുത്ത് അതിൽ സ്തോത്രം ചെയ്യുമ്പോൾ, when you take the bread and thank God, ആമേൻ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി തീരണം. we have to think in this manner, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന്റെ ശരീരമാണത്. that this is the body that have been broken for me. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഈ വീഞ്ഞ് കുടിക്കുമ്പോൾ When we drink of the wine, നമ്മുടെ അകത്തുണ്ടാകേണ്ട വെളിപ്പാട് ഇതാണ്. the revelation that has to take place in our heart is this, എനിക്ക് വേണ്ടി എൻ്റെ സകല പാപങ്ങളെ കഴുകുവാൻ കാൽവരി ക്രൂസിൽ ചൊരിഞ്ഞ രക്തമാണത്. that this is the blood that has been poured upon Calvary to wash me from all my sins. ഈ രക്തമാണ് എന്നെ സമാധാനത്തിലേക്ക് നയിച്ചത്. And this is the blood that has led me to peace. ഈ രക്തമാണ് കാൽവരി ക്രൂസിൽ കൂടെ പിശാചിന്റെ സകല വാഴ്ചകളെയും ആയുധവർഗം വെപ്പിച്ചത്. And this is the blood that has disarmed all the powers of the devil. ഈ രക്തമാണ് പാപത്തിന്റെ പവറിനെ കാൽവരിയിൽ തകർത്തു കളഞ്ഞത്. And this blood is what has broken the power of sin on the cross. ഇന്ന് പകൽക്കാലം ഇതിലേക്ക് ആ റെവറൻസോടെ നമ്മൾ എടുക്കുമ്പോൾ, And when we with reverence partake in this table, ആ ഭയഭക്തിയോടെ നമ്മൾ എടുക്കുമ്പോൾ, and with godliness when we partake of this table, ഇന്ന് പകൽക്കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. and this is what it reminds us. അവനാണ് നമുക്ക് വേണ്ടി മരിച്ചത്. And he is the one who has died. അവൻ ജീവന്റെ അപ്പമാണ്. And he is the bread of life. അവൻ നിത്യജീവനാണ്. And he is eternal life. ആമേൻ. ഇത് കുടിക്കുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ, When you drink and eat of this, കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ. the Lord said, the one who believes in me. നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? What should we believe? എന്റെ പാപത്തിന് വേണ്ടി അവന്റെ ശരീരം തകർക്കപ്പെട്ടു. That his body was broken for my sins. എന്റെ പാപത്തിന് വേണ്ടി അവൻ കാൽവരി ക്രൂസിൽ മരിക്കുവാനിടയായി. That for my sins he died on the cross. അവൻ മൂന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പാനിടയായി തീർന്നു. And on the third day he rose from the dead. ആമേൻ. അവൻ മരിക്കുന്നവരെ ഉയർപ്പിക്കുവാൻ വേണ്ടി, And to raise people from death. ഇന്ന് പകൽ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. He is interceding for us. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്നിൽ നിങ്ങൾ ഇതാ വിശ്വസിക്കേണ്ടത്. And the Lord said, you have to believe in this, ഞാൻ ഈ ലോകത്തിന് വേണ്ടി ജീവനെ കൊടുക്കാൻ വന്നതാണ്. that I have come to give life to this world. നിങ്ങൾ ഇത് വിശ്വസിച്ചാൽ, When you believe in this, നിങ്ങൾക്ക് നിത്യജീവൻ ഉറപ്പാണ്. you will have eternal life for കർത്താവ് sure. പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവനെ, Jesus said, the one who believes in me. ആമേൻ, എന്റെ പിതാവിന്റെ ഇഷ്ടം ഇപ്രകാരമാണ്. And this is the Father's will toward that person, അവൻ വിശ്വസിക്കുന്നവനെ ഒരു നാൾ അവൻ തള്ളിക്കളയുകയില്ല. that he will never forsake the one who believes. എന്റെ രണ്ടാമത്തെ വരവിങ്കൽ And in my second coming, ഞാൻ സകല മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനിടയായി. I will resurrect all people. യേശു മരിച്ചവർ കല്ലറയിലാണെങ്കിൽ, All those who are dead in the Lord Jesus, in അവൻ grave, ഉയർത്തെഴുന്നേൽപ്പാനിടയായി they തീരും. will rise with the Lord. ഈ സമയത്ത് കർത്താവ് എന്നാൽ ജീവനോടിരിക്കുന്ന നാം, And those we who are alive still, നമ്മൾ അവനോടുകൂടി എടുക്കപ്പെടുവാനിടയായി. will be caught up with the Lord. ഇന്ന് പകൽക്കാലം നമ്മൾ ഇതിലേക്ക് കൈനീട്ടാനായിട്ട് പോവുകയാണ്. And today we are going to partake in the table. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.